ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എന്ത് പ്രതീക്ഷയോടുകൂടിയാണോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവർ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രഹങ്ങളിൽ നിന്നും എൻ്റെ വ്യൂസിന് വരുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ്? സോഡിയക് സൈനിൽ നിന്നും എൻ്റെ വ്യൂസിന് വരുന്ന അനുഗ്രഹം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സോഡിയക് സൈനിൽ നിന്നും എൻ്റെ വ്യൂസിന് വരുന്ന അനുഗ്രഹം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സോഡിയക് സൈൻ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് വരുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് അനുഗ്രഹമാണ് എൻ്റെ വ്യൂസിനെ കാത്തിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് അനുഗ്രഹമാണ് എൻ്റെ വ്യൂസിനെ തേടി എത്തുന്നത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫുൾ മൂൺ ടോറസ് ആണ്. ഇവിടെ ഞാൻ ടോറസിനെ കുറിച്ച് പറയുമ്പോൾ ആ ടോറസ് രാശിയിലുള്ള വ്യക്തികൾക്ക് മാത്രമല്ല, ടോറസ് രാശിയുടെ എനർജിയിൽ കൂടിയാണ് ഈ കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും എനർജി പ്രവഹിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ഫുൾ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ നിഗമനങ്ങൾ എന്താണോ അത് ഒരിക്കലും നിങ്ങളിൽ നിന്നും കടന്നു പോകില്ല. അത് നിങ്ങളിൽ തന്നെ വരും. എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് അതിനെ തടഞ്ഞു വെച്ചിരുന്നാലും അത് ഒരു സമയത്ത് മറനീക്കി നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഒരെനർജിയാണ് ഇവിടെ പറയുന്നത്. ഇത് പൂർണ്ണ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ട്രാക്കിൽ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലോട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ വിചാരിക്കുമോ ഇതിപ്പോൾ തടസ്സങ്ങളൊക്കെയാണ് നേരിടുന്നത്, ഇപ്പോൾ ദാ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, അത് നടക്കത്തില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. നിങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതായിട്ടുള്ള പാത എന്ന് പറയുന്നത് ശരിയായ പാതയാണ്. അപ്പം ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ, മുള്ളുവേലികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടെന്നിരിക്കും. പക്ഷെ അതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ അഫർമേഷൻ നിങ്ങൾ മാറ്റി വെക്കേണ്ട, അത് അവസാനിപ്പിക്കേണ്ട. വിജയത്തിൽ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്കിവിടെ നൽകുന്നത് യൂണിവേഴ്സ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് തടസ്സങ്ങളും ഇത് കാണാനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിൽ കാണുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടാക്കാം. ഇത് നടക്കുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കും. പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമാണ്. നിങ്ങളിപ്പോൾ ഇരുട്ടിലാണോ? ആ ഇരുട്ടിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയവും കടന്നു പോകുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തന്നെ എത്തും. വിജയം നിങ്ങൾ നേടിയിരിക്കും എന്നുള്ള ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ന്യൂ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മീനമാസം. ഓക്കെ, ന്യൂ മൂണ് മീനമാസത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്പൈസീസ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഒന്നാകാൻ പോകുന്നു, സ്റ്റാർട്ടാകുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഐക്യത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, ചില ഐക്യം ഇവിടെ സംഭവിക്കുന്നു. മീനമാസത്തിൽ ഉള്ള എനർജി, സോഡിയക് സൈൻ മീനമാസമാണെങ്കിൽ അത് ചില ഐക്യങ്ങളെയാണ് കാണിക്കുന്നത്. അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഫിഷാണ്. അപ്പോൾ ഫിഷ് എന്ന് പറയുമ്പോൾ എപ്പോഴും കൂട്ടം കൂടി ഗ്രൂപ്പായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലും ഗ്രൂപ്പായിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു കൂട്ടായ്മ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭിന്നമായി പോയ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചേർന്ന് വരുന്നു. ഓക്കെ, ഫെർട്ടിലിറ്റി ഉണ്ടാകുന്നു. കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ഫെർട്ടിലിറ്റി, പ്രഗ്നൻസിയുടെ ടൈമായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനുള്ള സമയം വന്നിരിക്കുന്നു. കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന എന്ത് കാര്യമാണോ
അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. വിസയ്ക്ക് വേണ്ടി കാത്തിരുന്ന വ്യക്തികളുണ്ടോ? ഒരു പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരുന്ന വ്യക്തികളുണ്ടോ? നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തിരുന്നവരുണ്ടോ? ജീവിതത്തിൽ എന്താണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്, ആ വെയിറ്റ് ചെയ്തിരുന്നത് ഇവിടെ വന്നിരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ബ്ലാക്ക് എനർജി കൊണ്ട് നിങ്ങളെ മൂടി വെച്ചിരുന്ന ഒരു സമയമായിരുന്നുവെങ്കിൽ ആ ബ്ലാക്ക് എനർജി ഇവിടെ മാറിയിരിക്കുന്നു. ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് എടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇത്രയും നാളും കഠിനമായിട്ടുള്ള ചില അന്ധകാരത്തിൽ കൂടിയായിരിക്കും നിങ്ങൾ ഒന്നും കാണാൻ വയ്യ. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കൊന്നും കാണാൻ വയ്യ, എൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്കൊന്നും കാണാൻ വയ്യ. ആ ഒരു കാഴ്ചയില്ലാത്തൊരവസ്ഥയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നേരിയ കാഴ്ച, പ്രതീക്ഷ നിങ്ങൾക്കിവിടെ വരുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഭയം തോന്നുന്ന നിമിഷങ്ങളായിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങൾ ചില വിശ്വാസ വഞ്ചനകളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു. വിശ്വാസ വഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനിന് ചൂണ്ടയിട്ട് കൊടുക്കത്തില്ലേ? അപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ച് ചെന്ന് കടിക്കുന്നത് ഒരു പക്ഷേ അപകടത്തിലായിരിക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഇവിടെ ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ബുദ്ധി ഉപയോഗിച്ച് അത് ശരിയാണോ, അതെനിക്ക് എടുക്കാവുന്ന സാധനമാണോ, ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ, അവരുടെ മെസ്സേജ് വന്നു, ഇപ്പോൾ അവരെനിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നാളെ അവർ ദുഃഖം തന്നിട്ട് പോകാനാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഒരിക്കലും പാസ്റ്റിലെ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് പ്രസൻറ്റിൽ കൊണ്ടുവന്ന് നെഗറ്റീവ് വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് നിങ്ങൾക്ക് വരുന്നത് ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ്. ബ്ലൂ മൂണിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾ ഇത്രയും നാൾ അനങ്ങാൻ പോലും വയ്യാതെ ഡീപ്പ് ഡിപ്രഷനിലേക്ക് ആഴ്ന്നു പോയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ തകർന്ന് തരിപ്പണമായ പെയിൻ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ താഴ്ന്നു പോയിരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴം പിടിച്ചു ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ബ്ലൂ മൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരം ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ എഴുതി തള്ളിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിക്കുന്നതായി കാണുന്നു. അപ്പം ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം കോടതി കേസുമായിട്ട് ചില കാര്യങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ചില കാര്യങ്ങൾ നിങ്ങൾ കുറേ നാളായിട്ട് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു. അപ്പം നിങ്ങൾ ഈ പോരാടിയിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ അതിൻ്റെ പിറകെ ഓടിയതിന് അവസാനം സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുകയുള്ളൂ. 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത്, ആ അഫർമേഷൻ ചെയ്തത് ഇത്രയും നാളും നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന ചില കാര്യങ്ങളായിരുന്നെങ്കിൽ അത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു, അത് റിലീസ് ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. നിങ്ങൾ എന്താണ് കെട്ടിയിട്ടിരുന്നതെന്ന്. നിങ്ങളുടെ മാനസികമായി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങൾ കെട്ടിയിട്ടിരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് സാമ്പത്തികമാകാം, റിലേഷൻഷിപ്പാകാം, എന്താണെങ്കിലും അത് നിങ്ങളിൽ നിന്നും അഴിഞ്ഞു വീഴുന്നു. പുതിയ സ്റ്റാർട്ട് നിങ്ങൾക്കുണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ്. ഓക്കെ, ആരോഗ്യ പ്രശ്നത്തിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം വെർഗോയാണ്. വെർഗോ ആകുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു പോകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടും ചില ഡിപ്രഷനിലേക്കൊക്കെ കടന്നു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾ മാനസികമായിട്ടും
നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധ ചെലുത്തുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ തുടങ്ങുക. അതിൻ്റെ ഇരട്ടി നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ഫുൾ മൂൺ സ്പൈസീസിൻ്റെ എനർജി തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു പ്രണയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് ഒരു റീയൂണിയനുള്ള ഫുൾ ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ ഗ്രോത്ത് സംഭവിക്കുന്നതായി കാണുന്നു. ഇപ്പോൾ ഒരുപാട് വ്യക്തികൾക്കും ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം, സ്ഥിരമായിട്ട് നിങ്ങൾ ചില കളേഴ്സ് കാണുന്നുണ്ട്. നമ്മൾ 7 ചക്രാസ് കളേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഒരു പർട്ടിക്കുലർ കളർ എപ്പോഴും നിങ്ങളുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും നിങ്ങൾ ഒരൊറ്റ കളറാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചക്രാസിനെ നിങ്ങൾ ഹീൽ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പം നിങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോഴെല്ലാം റെഡ് കളറ്, എവിടെ നോക്കിയാലും റെഡ് സാരി പോകുന്നു, റെഡ് പോകുന്നു, റെഡ് കാറ് പോകുന്നു, ഇങ്ങനെ റെഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, യൂണിവേഴ്സ് നിങ്ങൾക്കൊരു സൈൻ തരികയാണ്. നിങ്ങളുടെ റൂട്ട് ചക്ര നിങ്ങൾ ഹീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓറഞ്ചാണ് സ്ഥിരമായി കാണുന്നതിൽ പതിവിലും അധികമായി ഓറഞ്ചിനെ നിങ്ങളുടെ കണ്ണിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാക്രൽ ചക്ര നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെല്ലോ കളറാണ് നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ സോളാർ പ്ലക്സ് ചക്രയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ഹീൽ ചെയ്യണമെന്നാണ് മനസ്സിലാക്കണം. ഓക്കെ, സോളാർ പ്ലക്സ് ചക്ര നിങ്ങൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ, അതിന് എനർജി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് അംഗീകരിക്കും, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സോളാർ പ്ലക്സ് ചക്ര നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സാക്രൽ ചക്ര ഹീൽ ചെയ്യുക. നിങ്ങൾ സെക്ഷൽ റിലേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ സാക്രൽ ചക്ര നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയം, എന്തിനും ഏതിനും ഭയം, സംശയം എന്നാണെങ്കിൽ നിങ്ങൾ റൂട്ട് ചക്ര നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ 3 ചക്രാസ് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട്, ഈ ഒരു സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ചക്രാസിനെ ഹീൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓരോ സൈൻ കാണിച്ച് നൽകും. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫുൾ മൂൺ സ്പൈസീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു. ചില വ്യക്തികൾക്ക് ജോലി വന്നു ചേരാൻ പോകുന്നു. കിങ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഹസ്ബൻഡും വൈഫും തങ്ങളിൽ ഒന്നു ചേരാൻ പോകുന്നു. രണ്ടുപേരും കമ്പം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നാകാൻ പോകുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, 2 മത്സ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ബാലൻസിങ് വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങളിൽ ബാലൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിൽ, നിങ്ങളുടെ സൗഹൃദത്തിൽ ചില കാര്യങ്ങൾ ബാലൻസിൽ വരുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ചില കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ചിലപ്പം ഡിവോഴ്സിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള വെപ്രാളമായിരിക്കാം. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നിങ്ങൾക്കുള്ളത് എങ്ങും പോവില്ല, നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള എനർജിയാണ് ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ആൺകൊച്ചായാലും പെൺകൊച്ചായാലും നിങ്ങൾക്കുള്ളത് തന്നെ എന്ന് വിശ്വസിക്കുക. ഓക്കെ, നിങ്ങളിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉള്ള ചില മറവുകളും തിരിവുകളൊക്കെ ഉണ്ട്. അത് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ സന്തോഷിക്കുക. സമയമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജീവിതം എത്തിയിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത്
ഫുൾ മൂൺ ടോറസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടോറസ്, ഫുൾ മൂൺ ടോറസ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കാം. ഓക്കെ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ എല്ലാം പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റേതായ സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകും. സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബ്ലൂ മൂണിൻ്റെ എനർജി പോലെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. ജോലി നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നം വന്നിരുന്നാൽ, ഇപ്പം സാമ്പത്തികത്തിൻ്റെ ആണെങ്കിലും ശരി തന്നെ, ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം വരും. നിങ്ങൾ കുറച്ച് വിഷമിക്കും. അപ്പോഴും തന്നെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ സന്തോഷത്തെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കും. ഓക്കെ, നിങ്ങൾ അതിനെ അതിജീവിക്കും. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നിരുന്നാലും നിങ്ങൾ അതിജീവിക്കാനുള്ളൊരു മനസ്സ് നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. എന്ത് ഫേസ് ചെയ്യാം. ഓക്കെ, ഇച്ചിരി ഒന്ന് കരയുമ്പോൾ കണ്ണൊന്ന് തുടച്ചിട്ട് വീണ്ടും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നേടിയെടുക്കും, ഞാൻ തളർന്നു പോകില്ല എന്ന് ഉറക്കെ സ്വന്തമായിട്ട് പറയുന്ന എത്ര പേരുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ പറഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങൾ ഉയർത്തിയെടുക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് തളർന്നു പോയിരുന്നാലും നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ കൊണ്ട് നിങ്ങൾ ഉയർന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സമയവും നിങ്ങൾക്ക് കടന്നു പോകും. ഏറ്റവും സക്സസ് ആയിട്ടുള്ളൊരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ വിജയം പ്രാപിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഏത് കാര്യത്തിലാണെങ്കിലും സെയിം ആണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തികത്തിലാണെങ്കിലും, ജോലി സംബന്ധമാണെങ്കിലും, എല്ലാത്തിലും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അഫർമേഷൻ ചെയ്യുക. ഡെയിലി അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഓക്കെ, വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും, ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ പ്രാപിക്കും. നിങ്ങൾ പ്രാപിക്കുമോ? തീർച്ചയായും നിങ്ങളും പ്രാപിക്കും. ഓക്കെ, പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കെഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? സ്ട്രെങ്ത്, ഡെത്ത് ആൻഡ് റീബർത്ത്, ജസ്റ്റിസ്, Three of Cup, Empress, Four of Wand, Eight of Wand. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഗ്രോത്ത് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്ട്രെങ്ത് അവർക്കില്ല. കാരണം നിങ്ങളിപ്പോൾ ഭയങ്കര സ്ട്രെങ്ത് ആയി കഴിഞ്ഞു. സ്പിരിച്വലായിട്ട് നിങ്ങൾ സ്ട്രെങ്ത് ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ അവർക്കൊരു ഭയമാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ പഴയ വ്യക്തിയൊന്നുമല്ല. ഓക്കെ, ഇത്രയും നാൾ പൂച്ചക്കുട്ടിയായിരുന്നു. അവർ വന്ന് നിൽക്കുമ്പോൾ അവരെ കാലിൽ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ സിംഹമായിരിക്കുന്നത് കാരണം അവർ ഇത്രയും അടി അകലത്തിലാണ് നിന്ന് നിങ്ങളെ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിന്നെ ചുറ്റിയാണ് എൻ്റെ വേൾഡ് എന്നൊക്കെ അവർ പറയുന്നു. ഓക്കെ, ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ ചുറ്റിയാണ് അവരുടെ ലോകമെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കുറച്ച് ദൂരെ നിന്നാണ് പറയുന്നതെന്ന് മാത്രം അടുത്തോട്ട് വന്നിട്ടില്ല. ഓക്കെ, കുറേ ദൂരെ നിന്ന് പറയുന്നുണ്ട്, നീ എൻ്റെ ലോകമാണ്, നിന്നെ ചുറ്റി മാത്രമാണ് എൻ്റെ ലോകം എന്ന് അപ്പുറത്ത് നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടാ. നിങ്ങൾ കേൾക്കാറില്ല എന്നേ ഉള്ളൂ. ഓക്കെ, കാരണം
നിങ്ങൾ ആടായിരുന്നെങ്കിൽ, കുഞ്ഞാടായിരുന്നെങ്കിൽ ഇവിടെ അടുത്ത് വന്ന് നിങ്ങളുടെ ചെവിക്ക് കിഴുക്കിക്കൊണ്ട് പറഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ സിംഹമായിരിക്കുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് വിളിച്ച് പറയുകയാണ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളെ ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചില കാര്യങ്ങളെ ആരംഭിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ പുതുക്കിക്കൊണ്ട് വരുന്നു എന്നർത്ഥം. ഓക്കെ, ഇപ്പം നിങ്ങളെ വിളിച്ച ചീത്തകളും അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ വാക്കുകളൊക്കെ അവർക്കിപ്പം പോയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അവർക്കിപ്പം അതൊന്നും ഒരു ഓർമ്മയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം അവർക്ക് ആകെ ഓർമ്മയുള്ളത് നിങ്ങൾ ആദ്യം കണ്ട സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ സ്നേഹത്തിൻ്റെ വാക്കുകൾ മാത്രമേ ഇപ്പോൾ അവർക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർ മറന്നുപോയിരിക്കുന്നു. ഓക്കെ, എന്തായാലും കൊള്ളാം, നല്ലതാണ് അങ്ങനെ മറന്നു. ചില കാര്യങ്ങൾ മറവി നല്ലതല്ലേ? കാരണം നല്ലതാണെന്ന് പറയുന്ന കണക്ക് മറവിയും നല്ലതാണ്. ചില കാര്യങ്ങൾ മറക്കുന്നതും നല്ലതാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ജസ്റ്റിസ് വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് ചില കർമ്മ ലഭിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ കിട്ടേണ്ടത് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളോട് മാപ്പൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളിലേക്കൊക്കെ മടങ്ങിപ്പോയിരിക്കുന്നത്. ജസ്റ്റിസ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത്? അപ്പോളജീസ്, നിങ്ങളോട് മാപ്പ് പറയുകയാണ്. ഇവിടെ മാപ്പ് പറയുകയാണ്. കർമ്മ കിട്ടി. താങ്ക് യു യൂണിവേഴ്സ്. ഈ തോന്നിയ ചിന്തകൾക്കെല്ലാം നന്ദി. എത്രയും പെട്ടെന്ന് റീയൂണിയൻ ഉണ്ടാകട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഉല്ലാസയാത്രയ്ക്ക് അങ്ങനെ പോയിട്ടുണ്ടോ? ഇപ്പോൾ ആ ഉല്ലാസയാത്ര ആണിപ്പോൾ മനസ്സിൽ വന്നിരിക്കുന്നത്. 1-ാം നാൾ അങ്ങനെ ഉല്ലാസയാത്ര പോയായിരുന്നോ? ഇപ്പം അവർ തേർഡ് പാർട്ടിയോടൊപ്പം പോകുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പോകുന്ന സമയത്ത് അവർക്കൊരു കംഫർട്ട് ഫീലും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി, 3 വ്യക്തികൾ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയെ കൊണ്ട് അവർ ഉല്ലാസയാത്രകൾക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം. പോകുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അതേ ഫീലിങ്സ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. എന്തോ ഒന്ന് കൂടെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു ഫീലിങ്സിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് മാത്രമാണിത്. 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് എംപ്രസിൻ്റെ കാർഡാണ്. നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നു. നിങ്ങൾ ചെയ്ത കെയറിങ്, നിങ്ങൾ കൊടുത്ത പൈസ, നിങ്ങൾ കൊടുത്ത ആഹാരം, നിങ്ങൾ ആഹാരം വെച്ച് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊരു കുഞ്ഞിനെ പോലെ അവർ അസുഖം വന്നപ്പോൾ നിങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? ഇതെല്ലാം അവരിപ്പോൾ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, ആണ്ടേ, നീ ഇല്ലാത്ത ഒരു ലൈഫിനെ കുറിച്ച് എനിക്കിനി സ്വപ്നം കാണാൻ പോലും അല്ലെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നീ ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കുന്നില്ല, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ എന്തായാലും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കുറ്റബോധമുണ്ട് കേട്ടോ. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അവരിപ്പോൾ പെട്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയാൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. തേർഡ് പാർട്ടി കഴുത്തിനല്ല, ഇടുപ്പിനാണ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അയാൾ ഓക്കെ, ഇപ്പോൾ പറയാണ് നമുക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കാമെന്ന്. ഓക്കെ, വേദനിച്ചത് നിങ്ങളല്ലേ, അത് കാരണം എവർക്കും മറക്കാൻ എളുപ്പമായിരിക്കും. അപ്പം തീർച്ചയായിട്ടും അവർ പറയാൻ ആഗ്രഹിക്കുന്നു, പഴയതൊക്കെ നമുക്കങ്ങ് മറന്നിട്ട് പുതിയതായിട്ട് ചിലതൊക്കെ അങ്ങ് തുടങ്ങാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലായിരുന്നോ, ചില കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന്, ചിലതൊക്കെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതേ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ നമുക്കങ്ങ് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് പുതുതായിട്ടൊക്കെ ചിലത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവർ ഓർക്കുന്നുണ്ട്. കുറ്റബോധം കാരണമാണ് ഓർക്കുന്നത് കേട്ടോ. താങ്ക് യു. എന്നാലും തോന്നിച്ചില്ല, ദൈവത്തിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 8 ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നത്? ഓവറോൾ എനർജി ഗ്രോത്താണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഗ്രോത്താണ് അവർ ആഗ്രഹിക്കുന്നത്. ഉണ്ട്, നമ്മൾ രണ്ടുപേരും ചേർന്ന് നിന്ന് നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് രണ്ടുപേരും സ്നേഹിച്ച് നമ്മൾ മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഗ്രോത്ത് വരും, നമ്മുടെ ജീവിതം സക്സസ്സിലേക്ക് എത്തുമെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണൂസ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചിപ്പിക്കുള്ളിൽ പെട്ടുപോകുന്ന ചെറിയ ചെറിയ മണൽത്തരികളാണ് വിലപിടിപ്പുള്ള മുത്തുകളായി മാറുന്നത്. അപ്പം ചിപ്പിക്കുള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള വേദനകൾ, ഇന്നത് വേദനയാണെങ്കിൽ ആ മണൽത്തരി ആ ചിപ്പിയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മാംസളമായിട്ട് ഭാഗങ്ങളിൽ പോയി പറ്റിയിരിക്കുമ്പോൾ അതിനെത്രത്തോളം വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത്രത്തോളം വേദനയിൽ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ എത്രത്തോളം വേദന ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ നാളെ അത് വിലപിടിപ്പുള്ള മുത്തായി മാറും. ആ വിലപിടിപ്പുള്ള അനുഭവം ജീവിത അനുഭവമായി മാറും നിങ്ങൾക്ക്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും നിങ്ങളിപ്പോൾ അനുഭവിച്ചതായിട്ടുള്ള എല്ലാ വേദനകളും ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അനുഭവമായി തന്നെ മാറട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.